നമസ്കാരം. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഉത്രം നക്ഷത്രം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചയുണ്ടാകുന്ന ഒരു വർഷമാണ് 2026. ഇതുവരെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഈ 2025 വർഷത്തിലൊക്കെ എല്ലാവർക്കും പഠനത്തിലൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരവസ്ഥയൊക്കെ ഫീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും നാട്ടിൽ തന്നെയുള്ള വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പോലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവർക്ക് ഈ വരുന്ന 2026 വർഷത്തിൽ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച, വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാ രംഗത്തും അതുപോലെ തന്നെയുള്ള രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. വരുമാനത്തിലൊക്കെ സാമാന്യമായിട്ടുള്ളൊരു വർധനവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാമാന്യമായിട്ടുള്ളൊരു വർധനവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട്, അല്ലാതെ വലിയ ധനവാനാവുകയോ രാജാവാകുകയോ ചെയ്യുന്നതല്ല നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു വരുമാനം ഇല്ലാതിരുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാസ വരുമാനം കിട്ടുന്ന ഒരു ജോലിയെങ്കിലും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ശ്രമിച്ചാൽ. സാമ്പത്തിക രംഗം അതുകൊണ്ട് തന്നെ ഉഷാറാകും. ഒരു രൂപയില്ലാതിരുന്നവർക്ക് മാസം ഒരു 20,000 രൂപ ശമ്പളത്തിന് ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടിയാൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. കർമ്മത്തിൽ വളർച്ചയുണ്ടാകുന്നുണ്ട്. പല പ്രവർത്തികളും ചെയ്യുന്നത് മൂലം ആദായം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് നല്ലതുപോലെ ശ്രമിക്കുക. ആരുമായിട്ട് കൂടുതൽ കലഹത്തിനോ വഴക്കുകൾക്കോ പോവാതിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ബലം കുറയുന്നതിന് കാരണമാകും. കാരണം കൂടുതൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനോബലം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അപ്പം അതുകൊണ്ട് അതില്ലാതിരിക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ വർത്തിക്കാൻ ശ്രമിക്കുക. ഈ വർഷം ചുറ്റുപാടുകളൊക്കെ അനുയോജ്യമാകുന്നത് മൂലം പ്രവൃത്തികളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയും അതിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാവാം. ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളവർക്ക് അതിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാവാം. ഈ വർഷം ഈ വ്യാഴത്തിൻ്റെ ഗോചരം, ജുപ്പിറ്ററിൻ്റെ ഗോചരം മൂലം കർമ്മരംഗത്തെ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതിന് സാധിക്കുന്നതാണ്. അവസരങ്ങളൊക്കെ വേണ്ട വിധം നോക്കിക്കണ്ട് പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ദശാകാലമോ അന്തർദശാകാലമോ നിങ്ങൾക്ക് മോശമാണെങ്കിൽ, ഞാൻ പറയാറുള്ള പോലെ ശനി നമുക്ക് അനുകൂലമല്ല എന്ന് വിചാരിക്കുക, ശനി മൗഢ്യത്തിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് ഗോചരവശാൽ ശനി അനുകൂലമായി വന്നു എന്ന് വിചാരിക്കുക. പക്ഷെ അപ്പോൾ ജാതകത്തിൽ ശനി ഗോചരവശാൽ കിട്ടുന്നില്ല, അനുഭവത്തിലാവുന്നില്ല എങ്കിൽ ജാതകം പരിശോധിച്ച് ശനീശ്വര പരിഹാരങ്ങൾ ചെയ്യുക. വ്യാഴം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുന്നതാണ്, ജാതകത്തിൽ വ്യാഴം മോശമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോചരവശാൽ കിട്ടേണ്ട ഗുണം കിട്ടാനായിട്ട് വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നിങ്ങൾ ഏകീകരിച്ച് ക്രോഡീകരിച്ച് കൊണ്ടുപോവുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു വർഷം നമുക്ക് വിജയങ്ങൾ കൊയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു നല്ല ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ജാതക പരിശോധനയും അന്തർദശാകാലവും ദശാകാലവും ഒക്കെ നോക്കിയിട്ട് അത് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. പ്രത്യേകിച്ച് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്ന രീതിയിൽ അമാവാസി ദിനം തോറും എല്ലാ മാസത്തിലും ഒരു അമാവാസിയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അമാവാസി ദിവസം നിങ്ങളൊന്ന് പിതൃബലി നടത്തുന്നത് പിതൃമോക്ഷത്തിന്, നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു വർഷമാണ് ഈ പറയുന്ന 2026 എന്ന് പറയുന്ന ഉത്രം നക്ഷത്രക്കാർക്ക്.